നീതി തോൽക്കുമ്പോൾ മനുഷ്യർ ഒരു നേതാവിനെ അന്വേഷിക്കും. പ്രതീക്ഷ തോൽക്കുമ്പോൾ ഒരു സ്വപ്നത്തെ അന്വേഷിക്കും. സ്വാതന്ത്ര്യം ഇല്ലാതാകുമ്പോൾ ജനം ഒരു നായകനെ അന്വേഷിക്കും. തിയേറ്ററിൻ്റെ തിരശ്ശീലയിൽ അതാ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു. 3 മണിക്കൂർ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തത്തിൽ അഡ്രിനൽ കത്തുന്നു. തിരശ്ശീലയിലെ ആ തീയുടെ പേരാണ് വിജയ്. ആ വികാരത്തിൻ്റെ പേരാണ് ജനനായകൻ. സത്യത്തിൽ ഒരു സിനിമ കാണാനല്ല ജനം തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത്. വിജയ് എന്ന മനുഷ്യനെ അവസാനമായി നായകനായി ആഘോഷിക്കാനായിരുന്നു. പുലർച്ചെ മുതൽ വെടിക്കെട്ട്, പാലഭിഷേകം, ബാൻഡുമേളം, വിസിലുകൾ. സ്ക്രീനിൽ വിജയ് പ്രത്യക്ഷപ്പെടുന്ന നിമിഷം തിയേറ്റർ ഒരു സിനിമാ ഹാളല്ല, ഒരു ജനക്കൂട്ടത്തിൻ്റെ വികാര വിസ്ഫോടന കേന്ദ്രമായി മാറുന്നു. അതാണ് മാസ്. ജയിലിൽ കഴിയുന്ന വെട്രിക്കൊണ്ടൻ എന്ന മനുഷ്യനിലൂടെയാണ് ജനനായകൻ ആരംഭിക്കുന്നത്. തടവുകാരനാണെങ്കിലും ജയിലിലെ എല്ലാവരുടെയും ബഹുമാനം അയാൾക്കുണ്ട്. ജയിലർ ശ്രീകാന്തുമായുള്ള ആത്മബന്ധം, അദ്ദേഹത്തിൻ്റെ മരണശേഷം മകളെ സ്വന്തം മകളായി വളർത്തുന്ന വെട്രിക്കൊണ്ടൻ, പിന്നെ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരായ അധികാരികളും ജാതി മത വിദ്വേഷം വിതയ്ക്കുന്ന ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അങ്ങനെ പരിചിതമായ മാസ് സിനിമയുടെ വഴിയിലൂടെ കഥ സഞ്ചരിക്കുന്നു. കഥയിൽ വലിയ പുതുമയൊന്നുമില്ല, കാരണം വിജയ് ചിത്രങ്ങളിൽ കഥ ഒരിക്കലും നായകനല്ല, വിജയ് തന്നെയാണ് കഥ. 33 വർഷം, 69 സിനിമകൾ, കോടിക്കണക്കിന് ആരാധകർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ. എന്നാൽ വിജയ് സൃഷ്ടിച്ചത് ഹിറ്റുകൾ മാത്രമല്ല, ഒരു ജനവികാരമാണ്. ബുദ്ധിജീവി സിനിമകൾ, സമ്മേളന ഹാളുകളിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം വിജയ് പാട്ടിലും പഞ്ച് ഡയലോഗിലും സംഘട്ടനത്തിലും സാധാരണ മനുഷ്യരിലേക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നടനേക്കാൾ വലിയ സാമൂഹിക പ്രതിഭാസമായി മാറിയത്. എന്തുകൊണ്ടാണ് വിജയ് വന്നാൽ തിയേറ്റർ പൊട്ടിത്തെറിക്കുന്നത്? കാരണം മാസ് സിനിമ കാണുന്നത് കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. ജീവിതത്തിൽ പ്രതികരിക്കാൻ കഴിയാതെ നിശബ്ദരായി ജീവിക്കുന്ന മനുഷ്യർ 3 മണിക്കൂർ വിജയിയായി മാറുകയാണ്. പറയാൻ കഴിയാത്തത് അയാൾ പറയുന്നു, ചെയ്യാൻ കഴിയാത്തത് അയാൾ ചെയ്യുന്നു. അനീതിയുടെ മുഖത്ത് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രഹരം അയാൾ കൊടുക്കുന്നു. അതാണ് മാസ് സൈക്കോളജി. അത് ആരാധന മാത്രമല്ല, കൂട്ടായ വൈകാരിക വിമോചനമാണ്. നീതി തോൽക്കുമ്പോൾ, സത്യം മിണ്ടാതാകുമ്പോൾ, സാധാരണ മനുഷ്യൻ്റെ സിരകളിലേക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും തീ പകരുന്ന കലാരൂപമാണ് മാസ് സിനിമ. അതുകൊണ്ടാണ് ഈ സിനിമയുടെ കത്തുന്ന സന്ദേശം: എഴുന്നേൽക്ക്, പോരാട്, നീതിക്കായി പോരാട്. ജനനായകൻ രാഷ്ട്രീയം മറച്ചു വെക്കുന്നില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വിഭജിച്ച് അധികാരം കൈയാളുന്ന രാഷ്ട്രീയത്തിനെതിരെ ചിത്രം തുറന്നടിക്കുന്നുണ്ട്. ജനപക്ഷ ഭരണത്തെയും സ്ത്രീ ശാക്തീകരണത്തെയും സാമൂഹ്യ നീതിയെയും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം വിജയിയെ MGRൻ്റെ ജനനായക പാരമ്പര്യവുമായി ചേർത്തു വായിക്കാനുള്ള രാഷ്ട്രീയ ഭാഷയും ചിത്രം നിർമ്മിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ മമിത ബൈജു മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് അവസാന ഭാഗത്ത് വിജയ് എന്ന അതിശക്തമായ താരസാന്നിധ്യത്തിനിടയിലും വികാരവും ആത്മവിശ്വാസവും പോരാട്ടവീര്യവും ഒരുമിപ്പിച്ച പ്രകടനത്തിലൂടെ മമിത ക്ലൈമാക്സിന് പുതിയ ഊർജം നൽകുന്നുണ്ട്. ജനനായകൻ എല്ലാ അർത്ഥത്തിലും ഒരു മികച്ച സിനിമയൊന്നുമല്ല, കഥയ്ക്ക് പുതുമയൊന്നുമില്ല. നായകൻ അതിമാനുഷ്യനാണ്, പല രംഗങ്ങളും ലോജിക്കില്ലാത്തതാണ്. പക്ഷേ മാസ് സിനിമ പലപ്പോഴും യാഥാർത്ഥ്യമല്ല, അത് ജനങ്ങളുടെ ഒരു സ്വപ്നം മാത്രമാണ്. ലോകത്തെ മാറ്റിമറിച്ചത് എല്ലായ്പ്പോഴും വസ്തുതകളുമല്ല, മനുഷ്യരുടെ ഉള്ളിൽ തീ കത്തിച്ച വികാരങ്ങളാണ്. ആ തീ ചിലപ്പോൾ ഒരു പുസ്തകമാകും, ചിലപ്പോൾ ഒരു വിപ്ലവമാകും, ചിലപ്പോൾ
ഒരു മാസ് സിനിമയും. ഒരു മനുഷ്യൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തയോട്ടം മാറുന്നുണ്ടെങ്കിൽ അയാൾ വെറും ഒരു നടനല്ല, അയാൾ ഒരു ജനവികാരമാണ്. ജനനായകൻ വിജയിന്റെ അവസാന സിനിമ മാത്രമല്ല, തിരശ്ശീലയിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ക്ലൈമാക്സ് ആണ്.